ഇപ്പോൾ നമ്മുടെ ധനമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, അത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതല്ലല്ലോ, നമ്മുടെ ഗവൺമെൻറ് പുതിയ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയേക്കാണ്, ജീവാനന്ദം. അതായത് ഇവിടെ സർക്കാർ സർവീസിലുള്ള ആളുകളൊക്കെ വിരമിച്ച് കഴിയുമ്പം വളരെ സങ്കടപ്പെടുന്നു. അവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ്. പണ്ട് അവരുടെ കണ്ണീരൊപ്പി എന്താണെന്നറിയോ? അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എടുത്തു. 450 രൂപയ്ക്ക് ആ പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് ജീവിക്കാനേ. അതായത് 56 വയസ്സ് വരെ ഈ സർക്കാരിൽ ജോലി ചെയ്ത് അവർ ഒന്നും അല്ലാതായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത മാസം കിട്ടുക കോൺട്രിബ്യൂട്ടറി പെൻഷൻ 470 രൂപ, 450 രൂപ, 500 രൂപ, അതിന് താഴെയോട്ടുള്ള തുകകളാണ് കിട്ടുന്നതൊക്കെ. ഇവരുടെ നിന്ന് പിടിച്ച പണം, ആ പിടിച്ച പണം 18,000 കോടി രൂപ ഉണ്ടല്ലോ, അത് കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്. ഇനി ചുമ്മാ ഇരിക്കാനേ വെക്കുള്ളൂ, അത് കിട്ടുകയല്ല, കൊടുക്കത്തില്ല. അതായത് ഇത് നിർത്തലാക്കിയ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്, അവർക്ക് ആർക്കും പണം തിരികെ കൊടുത്തിട്ടില്ല. ഇനി ഇവിടെ ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് നിർത്തലാക്കിയില്ലെങ്കിൽ, ഇനി സർക്കാർ സർവീസിലേക്ക് DYFIക്കാരെയോ ഒക്കെ മാത്രമേ നിയമിക്കാൻ കിട്ടുള്ളൂ. കാരണം ഇപ്പം ചെറുപ്പക്കാർക്ക് ആർക്കും ഗവൺമെൻറ് ജോലി വേണ്ടല്ലോ. ഒരുപാട് പേർക്കും ഗവൺമെൻറ് ജോലി വേണ്ട. ഒന്ന്, അത് അപ്രാപ്യമാണ്, കിട്ടത്തില്ല. കാരണം അവർക്ക് ആ രാഷ്ട്രീയ പ്രവർത്തനം വേണം, ഗുണ്ടായിസം വേണം, അല്ലെ യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിയിൽ എടുത്തിട്ട് അടിക്കുന്നതിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതൊക്കെ വഴി മാത്രമേ ഗവൺമെൻറ് സർവീസ് കയറാൻ പറ്റുള്ളൂ. ഇനി ഗവൺമെൻറ് സർവീസ് കയറിയാലോ ഉള്ളത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ഒരു വാള് തൂങ്ങിക്കിടക്കാണ്. ഇവരെ ശമ്പളത്തിൽ നിന്ന് പെൻഷന് വേണ്ടിയുള്ള കാശ് അങ്ങോട്ട് പിടിക്കും. അതാ കാര്യം. പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടെ വല്ല ഉണ്ടെങ്കിലല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഉള്ളതെന്നൊക്കെ പറയുന്ന നവകേരളയ്ക്കും പിന്നെ മറ്റ് അതേ കൈരളി അതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും, കേരളീയം തുടങ്ങിയുള്ള പരിപാടികൾക്കും, അതുപോലെ തന്നെ പ്രവാസികൾക്ക് ഏതാണ്ട് ഗുണം ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള പരിപാടികൾക്കും ഒക്കെ കോടിക്കണക്കിന് രൂപ ചിലവാക്കാൻ ഇവിടെ ഉണ്ട്. അതല്ലാതെ ഇവിടെ ഇവർക്ക് ഈ പെൻഷൻ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ കൊടുക്കുന്നത്, ആ പെൻഷൻ ഇതാണെന്നൊന്ന് പഠിക്കണം ആദ്യം ഗവൺമെൻറ്. കഷ്ടപ്പെടുന്നത് ഈ സർക്കാർ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർ. ഇനി ഈ പിരിഞ്ഞു പോകുന്നവർക്ക് പിരിയുമ്പോഴോ കൊടുക്കുന്ന പണം, അതൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. കാരണം അതിന് ഇവിടെ കാശില്ല കൊടുക്കാൻ, പണമില്ല, ട്രഷറി ശൂന്യമാണ്, സീറോ. അപ്പോൾ ഒന്നും കൊടുക്കാൻ മാർഗ്ഗമില്ല. ഇവർക്ക് കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ കൊടുക്കുന്നില്ല. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കേണ്ടവർക്ക് ഗ്രാറ്റുവിറ്റിയൊക്കെ പല സ്റ്റേജുകളായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലാതെ കൊടുക്കാൻ മാർഗ്ഗമില്ല. ഞാനൊക്കെ നേരത്തെ പിരിഞ്ഞു പോയതുകൊണ്ട് രക്ഷപ്പെട്ട് കേട്ടോ. കാരണം എനിക്ക് ആ കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി. ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിയുന്ന പാവങ്ങൾക്ക് അവരുടെ ഈ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഒന്നും സമയത്തൊന്നും കിട്ടുകയല്ല. എന്നെങ്കിലും കിട്ടിയാലായി, അതേ ഉള്ളൂ. അതും എങ്ങനെ കിട്ടും എന്നുള്ളത്, അതങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെക്ക് ആയി കിട്ടി. അപ്പോൾ അതങ്ങോട്ട് മാറാൻ ചെല്ലുമ്പോൾ ട്രഷറി ബാൻ, ഒന്നുമില്ല, ഒന്നും കിട്ടത്തില്ല, ആയിരിക്കും, ട്രഷറി ബാനാണ്. പിന്നെ എങ്ങനെ മറിയെടുക്കും? അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മൂലം വലയുകയാണ്. പണ്ട് പെൻഷൻ അല്ലാതെ, ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അല്ലാത്ത സ്കീമായിരുന്നെങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ച് ജീവിക്കാനുള്ള പൈസ കിട്ടുമായിരുന്നു. അത് ആവശ്യവുമാണ്. കാരണം അത്രയും വർഷങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ അവർ സർക്കാർ സർവീസിൽ പ്രവർത്തിച്ച് ജോലി ചെയ്ത ആളുകളാണ്. ചില കൈക്കൂലിക്കാരും ചില ജോലി ചെയ്യാത്തവന്മാരും അഴിമതിക്കാരും ഒക്കെ കാണും, അത് വേറെ കാര്യം. എങ്കിലും ബഹുഭൂരിപക്ഷവും അന്തസ്സായിട്ട് ജോലി ചെയ്ത് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകളാണ്. അവർക്ക് ഇപ്പോൾ അവർ കഷ്ടപ്പെടുകയാണ് പെൻഷനില്ലാതെ. അതാണ് കാര്യം. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു പരിപാടി കൊണ്ടുവരുന്നത്. എന്ന് ഇത് അങ്ങോട്ട് എടുക്കുക. അതായത് മാസം തോറും അവർക്ക് പെൻഷൻ ആയിക്കഴിഞ്ഞിട്ട് എല്ലാ മാസവും ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക ഒക്കെ. അപ്പോൾ ആ പെൻഷൻ ആവുന്നവരുള്ള ആ പണം ഉണ്ടല്ലോ, എടുത്തിട്ട് കളിക്കാം, ഇഷ്ടംമാതിരി തോന്നിവാസം കാണിക്കാം. ആ പണം എടുത്ത് ഇതുപോലെ നവകേരളം നടത്താം, പിന്നെ കേരളീയം നടത്താം, അതുപോലുള്ള ചടങ്ങുകളും ഒക്കെ ഉത്സവങ്ങളും ഒക്കെ നടത്താം. ആ പണം എടുത്ത് തിന്നാം. അതാണ് കാര്യം. ഇവരുടെ ഇന്ന് പണം പിടിച്ചു പറിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇത്. ശ്രീ VD സതീശൻ പറഞ്ഞ പോക്കറ്റടിക്കാരനെക്കാളും വലിയ കഷ്ടമാണ് ഇത്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് പോക്കറ്റടി പോലും ഇത്രത്തോളം വരത്തില്ല. കാരണം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊരു ഇൻഷുറൻസ് സ്കീം പോലാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെങ്കിലും ഇതിൽ ചേർന്ന് പോയാലുണ്ടല്ലോ, അവരുടെ അവരടയ്ക്കുന്ന പൈസ 5 രൂപ പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടത്തില്ല തിരിച്ച്. അതാണ്, അത്രത്തോളം വലിയ ഗ്യാരൻ്റിയാണ്. പണ്ട് സർക്കാരിന് നമ്മൾ കടം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഓരോ ബോണ്ടുകളിലൂടെ കൊടുക്കുമായിരുന്നു. കൊടുക്കുമ്പോൾ ആ ബോണ്ട് റിഡീം ചെയ്തിട്ട് നമുക്ക് പണം തിരികെ കിട്ടും. അതിന് നല്ല സൈസബിളായിട്ടുള്ള ഇൻട്രസ്റ്റും കിട്ടുമായിരുന്നു, അട്രാക്റ്റീവായിട്ട്. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും ഈ ബോണ്ടുകളെങ്ങാണ് ഇറക്കിയപ്പോൾ ആരെങ്കിലും വാങ്ങിക്കും?
ഒരിക്കലും വാങ്ങിക്കത്തില്ല. കാരണം എന്താ, ഇത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതാണ് നമ്മുടെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ് ഇത് ഇറങ്ങിപ്പോയെന്നിരിക്കട്ടെ, ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ എന്തെന്നറിയോ, ട്രഷറി പൂട്ടിട്ട് താക്കോലോലും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. കാരണം അവിടെ വല്ലതും ഉണ്ടെങ്കിലല്ല പൂട്ടേണ്ടതായിട്ടുള്ളൂ. ഒരിക്കലും ട്രഷറി പൂട്ടേണ്ട അവിടെ ഒന്നും കാണത്തില്ല, ഒന്നുമില്ല. ആ രീതിയിലാകും. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോഴോ അവർക്ക് ഭരിക്കണമെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാ വരുന്നതെന്നിരിക്കട്ടെ, അവരും ഇതേപോലെ എന്തെങ്കിലും കുൽസിത മാർഗങ്ങൾ നോക്കിയാലേ അവർക്കും ഭരിക്കാൻ ഒക്കുള്ളൂ. ഇതാണ് കാര്യം വരാൻ പോകുന്നത്. ഇതിപ്പോൾ അതുകൊണ്ട് ഇവിടെ 5 പൈസ ഇല്ല. ഇനി അതിന് പകരം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരുന്നതിന് തുല്യമാണ്, അവരുടെ പോക്കറ്റിൽ നിന്ന് പണം പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ സ്കീം ജീവാനന്ദം. വലിയ ആനന്ദമായിരിക്കും കേട്ടോ, ജീവൻ തന്നെ വലിയ ആനന്ദമായിരിക്കും. കാരണം അവർ ജോലി ചെയ്യുന്ന കാലം ഇത്രത്തോളം അവരുടെ ശമ്പളത്തിൽ നിന്ന് അങ്ങോട്ട് പിടിക്കും ഇത്ര രൂപ. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 100 രൂപ പിടിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 200 രൂപ വെച്ച് കിട്ടും. അല്ലെ ഒരു 2000 രൂപ പിടിക്കുന്നു, നിങ്ങൾക്ക് പെൻഷൻ കഴിയുമ്പം 4000 രൂപ വീതം കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇത് പൊട്ടന്മാർക്കേ ഉള്ളൂ ഇതിനകത്ത് ആരെങ്കിലും ചേരുന്നത്. അല്ലാതെ ആളുകളാരും അല്പമെങ്കിലും ബോധമുള്ള ആരും ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തെന്നറിയോ, ഒരാൾ റെക്കറിങ് ഡെപ്പോസിറ്റ് പോലെ ഒരു 200-2000 രൂപ ഒരു മാസം അങ്ങ് ഡെപ്പോസിറ്റിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഒരു 25 വർഷം സർവീസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെ 20 വർഷം സർവീസ് ഉണ്ടെന്നിരിക്കട്ടെ, എത്ര രൂപ അയാൾ അടയ്ക്കും? അതിന് ഇതിൻ്റെ ഇരട്ടി കിട്ടിയാൽ അത് മുതലാവൂ? ഒരിക്കലും ഇല്ല. പിന്നെ ഇത് കിട്ടാനും പോകുന്നില്ല, കിട്ടത്തില്ല, ഇത് ഒരിക്കലും കിട്ടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് പുതിയൊരു കൊള്ളയായിട്ട് ഇറങ്ങിയേക്കാണ്. ഈ കൊള്ള ഈ ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം എന്ന് എനിക്ക് തോന്നുന്നത് സർവീസ് സംഘടനകൾ, ഈ ഇപ്പോൾ ഇടതുപക്ഷ സർവീസ് സംഘടനകൾ പോലും ഇതിനെ അനുകൂലിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ചിലപ്പോൾ അതിൻ്റെ നേതാക്കൾ അനുകൂലിച്ചെന്നിരിക്കും, പക്ഷേ അതിലെ അണികൾ അവരിറങ്ങിപ്പോവും അതിൽ നിന്ന്, കാര്യം നിർബന്ധിച്ചാൽ. ആ രീതിയിലാണ് കാര്യങ്ങൾ. കാരണം ഇതിപ്പോൾ ആളുകൾ തിരിച്ചറിയാണ്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്താണെന്നൊന്ന് പഠിക്കട്ടെ, സർവീസിലിരിക്കുന്നവരൊന്ന് പഠിച്ച് മനസ്സിലാക്കട്ടെ. ഞാൻ അവരെ കണ്ണീര് കണ്ടതാണ്. അവരുടെ ഈ സംസ്ഥാന തന്നെ സമ്മേളനം ഇവിടെ കൊച്ചി നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഇവിടെ ഞാൻ കണ്ടതാണ് അവരുടെ വേദന, അവരുടെ കണ്ണീര് ഞാൻ കണ്ടതാണ്. അവർ വളരെ അത്രത്തോളം കഷ്ടപ്പാടാണ്. പെൻഷൻ അത്ര തുച്ഛമായ പണമാണ് കിട്ടുന്നത്, മരുന്ന് വാങ്ങാൻ പണം കിട്ടുന്നില്ല അവർക്ക്. ഇതാണ് അവരുടെ കഷ്ടപ്പാട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി ജീവാനന്ദം, അതായത് വീണ്ടും പണം പിടിച്ചു പറിക്കുക, അത് പോക്കറ്റിലിടുക, അതിവിടെ കൊണ്ടുനടന്ന് പുട്ടടിച്ച് തീർക്കുക, അത് കഴിഞ്ഞിട്ട് സർവീസിൽ നിന്ന് പോകുമ്പോൾ ഗോപി വരച്ച് കാണിക്കുക. ഇതേ നടക്കാൻ പോകുന്നുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല.